ഗൈസ്, എല്ലാവർക്കും ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ തിരിച്ചു വരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അപ്പോഴത്തേക്കും ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആണെന്ന് തോന്നുന്നു. മിക്കവർക്കും കുറച്ച് പേർക്ക് പനി വന്നു. അതെ, ഒരു പനി വന്ന ആളിന് നമ്മൾ ഇന്ന് ഡോളൊക്കെ കൊടുത്ത് തിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് പനിയും വന്ന് നമ്മൾ എടുത്തു വെച്ച വീഡിയോ കുറച്ച് നേരത്തെ ഉള്ള വീഡിയോ, അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒന്നും ഇല്ല, ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ. അതെ, അതിനിടയ്ക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ മിസ്സായി പോയ ഒരു സാധനമുണ്ട്. അതായത് ഈ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴും റിലവന്റ് ആയിട്ട് പൊക്കോണ്ടിരുന്ന ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ഉണ്ടായി. അത് നമുക്ക് സമയത്ത് സത്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബസ്സിൽ നടന്ന ഇൻസിഡന്റ് ആണ്. അതായത് ഒരു തിരക്കുള്ള ബസ്സിൽ, ഒരു പ്രൈവറ്റ് ബസ്സിൽ ഒരു ലേഡി ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ആള് അസോൾട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. അത് വലിയ രീതിയിൽ വൈറലായി. ആ വൈറലായതിനു ശേഷം ആ പുള്ളിക്കാരൻ സൂയിസൈഡ് ചെയ്തു. അങ്ങനെ ആ ഒരു ഇൻസിഡന്റ് ആണ് ഇപ്പോ ഭയങ്കര രീതിയിൽ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, അതിന് മുമ്പായിട്ട് ഈ ട്രെൻഡ്, ഇങ്ങനത്തെ ഒരു ട്രെൻഡ് വന്നെന്നും ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഒരു കുട്ടി ഇരുന്നിട്ട് അപ്പുറത്തെ ഒരാള് ഒരു മധ്യവയസ്കൻ KSRTC ബസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴ് അതില് ഇപ്പൊ ആ വീഡിയോയിൽ കാണുമ്പോഴ്, ആ വീഡിയോയിൽ ആ ഒരു ക്ലിപ്പ് മാത്രം കാണുമ്പോഴ് അതില് ഒന്നും ചെയ്യുന്നില്ല. അപ്പോഴ് പുള്ളിയെ ബ്ലർ ചെയ്തിട്ടുണ്ട്, ഫേസ് ബ്ലർഡ് ആണ്. ആ ഒരു വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോയില് ഒന്നും ചെയ്യുന്നില്ല. അപ്പോഴ് ആ ഒരു ആൾക്കാര് ഇതെന്താ പാട്, അങ്ങനത്തെ രീതിയിൽ അപ്പോഴും ചർച്ചയാവുന്നുണ്ട്. കാരണം അതിനു മുമ്പ് ഇങ്ങനെ ഒരു സാധനം ചർച്ച ചെയ്തോണ്ടിരിക്കും ബസ്സിലെ ആൾക്കാർ, പെൺകുട്ടികൾ ഇങ്ങനെ ഇതെന്തോ ട്രെൻഡ് ആണോ, അതായത് അവരിത് ഇങ്ങനൊരു സാധനം വൈറൽ ആവാൻ വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു സാധനം. ഇതെനിക്കൊന്ന് പണ്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ബസ്സിൽ വെച്ചിട്ട്, നഗ്നതാ പ്രശ്നം എന്ന് പറയുന്നത്. അത് പക്ഷേ ജെന്യൂൻ കേസാണ്. അത് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. അതില് അപ്പൊ തന്നെ അത് പ്രതികരിക്കുകയും ചെയ്യും. കണ്ടക്ടറൊക്കെ ഇടപെടുന്നതുമാണ്. ഇറങ്ങി ഓടാനൊക്കെ അറസ്റ്റ് ചെയ്തു, പിന്നെ ജയിലിലാക്കി. അതിനുശേഷം അതും വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. അതും ചർച്ചയായി. ചില സംഘടനക്കാര് സ്വീകരണമൊക്കെ, അതും പുള്ളിക്കാരി നല്ല രീതിയിൽ ആക്രമിക്കപ്പെടുകയും ചെയ്തു. അതില് വിക്ടിത്തിനെ നല്ല രീതിയിൽ സ്ലട്ട് ഷെയ്മിങ് ഒക്കെ ചെയ്ത് മൊത്തത്തില് ഷെയ്മ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അവര് പുറത്തിറങ്ങിയപ്പോഴും മാലയിട്ട് സ്വീകരിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ. പിന്നീട് ആ പുള്ളി തന്നെ വീണ്ടും ഒരു അലിഗേഷൻ അല്ല, വീണ്ടും ഈ കേസിൽപ്പെട്ട് അകത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഒക്കെ നടന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം വരുന്നത്. ഈ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ കാണുമ്പോഴത്തേക്കും അതിൽ നിന്നൊരു എവിഡൻസ് കിട്ടുന്നില്ല. അത് ഡിറ്റർമിൻ ചെയ്യാൻ ഇത്തിരി പാടുള്ള തോന്നുന്നു. കാര്യം ഫസ്റ്റ് വീഡിയോ കണ്ടതിന് ആദ്യമായിട്ട് ഇങ്ങനെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും, ഓക്കെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് തോന്നും. പിന്നീട് ഈ വീഡിയോ ആൾക്കാർ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ സൂം ചെയ്തും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ തോന്നും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള രീതിയിലും ഒരു സംഭവം വരുന്നു. അതെ, അത് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് കിട്ടുന്നുണ്ട്. അതായത് പുള്ളി ബാഗ് എടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് അത് വീഡിയോ അവിടെ സ്ലോ ചെയ്തിട്ടാണ്. സ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഒബിയസ്ലി കുറെ സമയം നമ്മൾ അത് ഡെലിബറേറ്റ്ലി ചെയ്ത പോലെ തോന്നുന്നുള്ള ഒരു സാധനവും വരുന്നുണ്ട്. ഇതില് അങ്ങനെ ഒരു പിന്നെ വീഡിയോ എഡിറ്റഡ് ആണെന്നുള്ള സാധനം വരുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരിയുടെ റിയാക്ഷൻ ഒക്കെ ഒരു ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്, അങ്ങനത്തെ രീതിയിൽ അങ്ങനെ ഒരുപാട് ചർച്ചകളുണ്ട്. പിന്നെ ഈ വീഡിയോ എടുത്തതിന് ശേഷം പ്രതികരിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ കുറെ ചർച്ചകൾ നടക്കും. വീഡിയോ എടുത്തതിന് ശേഷം അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് കേസായിട്ട് പോയിട്ടില്ല, അങ്ങനെ ഒരു ഇതുണ്ട് മൊത്തത്തില്. പിന്നെ ഈ ഇൻസിഡന്റ്, ഈ വീഡിയോ വൈറലായതിനു ശേഷം പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തതിന് ശേഷം ആ ഇമോഷൻ മൊത്തത്തിലങ്ങ് ഭയങ്കര രൂക്ഷമായിട്ട് ആൾക്കാർ മൊത്തത്തിലങ്ങ് ഒരു എന്താ പറയണ്ടേ, ആണുങ്ങളാരും സേഫ് അല്ലാത്ത രീതിയിൽ ഒരു നരേറ്റീവ് കൊണ്ടുവന്നു. കാരണം എങ്ങനെ നമുക്ക് ആണുങ്ങൾക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ഒരു പെൺകുട്ടി ഒരു ഫോൺ മാത്രം മതിയല്ലോ, നമുക്ക് ഒരു ഫേക്ക് അലിഗേഷൻ മതിയല്ലോ, നമ്മളെ ഇമേജ് മൊത്തത്തിൽ ടാർണിഷ് ആവും. അപ്പോൾ ഇത് റീച്ചിന് വേണ്ടി മാത്രം ചെയ്യുന്നു. പെൺകുട്ടികളെല്ലാം ഇങ്ങനെയാണ്, എല്ലാം ഒരു മൊബൈൽ എടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, വെറുതെയാണ് റീച്ച്. ഇപ്പോൾ ഉള്ള അത്രയും ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്.
പിന്നെ ഈ ഒരു മരണത്തിനെ ഭയങ്കര രീതിയിൽ മിൽക്ക് ചെയ്യുന്നുണ്ട്. കുറെ അസോസിയേഷനൊക്കെ വന്നിട്ട് ഇത് മുതലാക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഡിജിറ്റൽ ഒരു സാധനം ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് മോബാണ് ഡിസൈഡ് ചെയ്യണത്, മോബാണ് ജഡ്ജ് ചെയ്യണത് ഇവിടെ. അപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോഴത്തേക്കും അതിനെ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ മെജോറിറ്റി സെക്ഷൽ അലിഗേഷൻസും സത്യമാണ് അല്ലേ. ഇത് ഡേ ടു ഡേ ലൈഫിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഇത്. നമുക്ക് തന്നെ പേഴ്സണലി നമ്മളുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞാണ്, ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഒരുപാട് പറഞ്ഞാണ് അവർ ബസ്സിൽ പോകുമ്പോഴത്തേക്കും അവർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ശരിയാണ്. ഈവൻ നമ്മൾ തന്നെ കൊച്ചിലെ പോകുമ്പോഴത്തേക്കും നമുക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അത് നള്ളിഫൈ അത് ഇല്ലാന്നും ഫേക്ക് അലിഗേഷൻ എന്ന സാധനം മൈനോറിറ്റി കേസ് ആണ്. അത് പറയത്തില്ല എന്നല്ല, ഫേക്ക് അലിഗേഷൻസ് ഉണ്ട്, പക്ഷെ അതൊരു മൈനോറിറ്റി സാധനമാണ്. മെജോറിറ്റി അലിഗേഷൻസും സത്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനൊരു സംഭവം വന്നപ്പോഴത്തേക്കും ഇതിനെ വെച്ചിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി മെജോറിറ്റി സാധനങ്ങളെയും ക്യാൻസൽ ചെയ്യുകയാണ് അവർ, അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാണ്. ഇതിന് മുമ്പേ ഉണ്ടായിട്ടുള്ള പല കേസും പല ഇൻസിഡൻസിനെയും അവർ ഇത് വെച്ചിട്ട് വൈറ്റ് വാഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതൊരു മോശമായിട്ടുള്ള പ്രവണതയാണ്. പിന്നെ അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം വരുമ്പോഴത്തേക്കേ ജെന്യൂൻലി ഒരാൾക്ക് ഉണ്ടായാൽ പോലും അവർക്ക് തുറന്നു പറയാൻ പറ്റൂല, അവർക്ക് ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിലേ ഒരു ധൈര്യം ഇല്ലായ്മ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജെന്യൂൻ ആയിട്ടുള്ള കേസ് തന്നെ തള്ളിപ്പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ വീഡിയോ ആൾക്കാരുടെ സപ്പോർട്ടും കുറയും, ആൾക്കാരും സ്കെപ്റ്റിക്കലാവും. ഒരു ഒറിജിനൽ ഒരു സംഭവം ഉണ്ടായാലും ഒരു ജെന്യൂൻ കേസ് ഉണ്ടായാലും ആൾക്കാർ സ്കെപ്റ്റിക്കലാവും. ഇത് ഇങ്ങനെ ഒരു ട്രെൻഡ് വരുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാം ഇങ്ങനെ ഒരു നരേറ്റീവ് കൊണ്ടുവരുമ്പോഴത്തേക്കും ആൾക്കാർ അങ്ങനെ ഒരു സ്കെപ്റ്റിക്കൽ സാധനം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മരണം ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഭയങ്കര നമുക്ക് തന്നെ ഒരു വിഷമം തോന്നുന്നു. കാരണം ഒരു വീഡിയോ കാരണം ഒരാൾ ജീവൻ പോകുന്ന അയാളില്ല എന്നുള്ള ഇത് എൻഡാണത്. അതിനുശേഷം അവരെ വീട്ടുകാർ അനുഭവിക്കുന്ന പെയിന് എന്ന് വെച്ചാൽ അവരെ അച്ഛനും അമ്മയും, ഒരു മകൻ മരിക്കണതാണ് ഏറ്റവും വലിയ പെയിൻ അച്ഛനും അമ്മമാർക്ക്. അങ്ങനെ ഒരു പെയിനും ആ ഒരു ഇമോഷൻ ഒന്നുണ്ടല്ലോ, ഒരു ഇമോഷൻ ഭയങ്കര രീതിയിൽ നമുക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ സാധാരണ ആൾക്കാർക്ക് തോന്നും. അത് ആ ഒരു ദേഷ്യവും ഇതും ഒരു മോബ് ഉണ്ടല്ലോ, അത് ആ ഒരു സാധനം ആ ഒരു അവസരം ഉപയോഗിച്ച് ഒരുപാട് പേര് ഈ സ്ത്രീകളെല്ലാരും ഇങ്ങനെയാണ്, സ്ത്രീകളെല്ലാരും ഒരു വീഡിയോ എടുക്കുന്നത് റീച്ചിന് വേണ്ടി മാത്രമാണ്, ഇങ്ങനത്തെ വീഡിയോസ് എടുക്കുന്നത് റീച്ചിന് വേണ്ടി മാത്രമാണെന്നുള്ളൊരു സാധനം വരുന്നുണ്ട് ഇപ്പം. പിന്നെ കുറെ ആൾക്കാർ പറയണത് ഇതിലൊരു വേറൊരു വശം കൂടി ഉണ്ട്, അതായത് ലീഗലിയും കൂടി മൂവ് ചെയ്യാനുള്ള സാധനം. ഇപ്പൊ പലർക്കും ലീഗലി മൂവ് ചെയ്യാൻ പാടായിരിക്കും, അതായത് പലരും ഭയങ്കര വീക്കായിരിക്കും. ഇത് എങ്ങനെ പറയും, ഇതിന്റെ പിറകെ നടക്കണമല്ലോ എന്നൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഞാൻ ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യണം. ഇപ്പം കേസിന് പോവുകയാണെങ്കിലും അവിടെയും എന്നെ ക്രോസ് വിസ്താരം ചെയ്യും, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വച്ചിട്ടാണ് പലരും ഇത് തുറന്നു പറയാത്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു വീഡിയോ ഇടുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നു ഈ വീഡിയോ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റേഷനിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ കറക്റ്റ് ഒരു എവിഡൻസ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പോണതാണ് ഏറ്റവും ബെറ്റർ. അല്ലാതെ തെളിവാണ് ആ സാധനം, അത് വെച്ചിട്ട് കേസ് എടുക്കാൻ എളുപ്പമാണ്, ആ ഒരു സാധനം തെളിയിക്കാൻ എളുപ്പമാണ്. അതെ, തെളിയിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറയണത് അല്ല, വീഡിയോ ഇപ്പോഴത്തെ കാലത്ത് 2025 വീഡിയോ എവിഡൻസ് പോലുള്ള ഒരു എവിഡൻസ് ഇല്ല. CCTV ആട്ടെ, എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. ഒരു ഇൻസിഡന്റ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു POV വീഡിയോ വരും. ആ വീഡിയോയും കൂടെ ഇല്ലാതിരുന്നാലേ, ഇപ്പൊ ഒരു ബസ്സിൽ ഇങ്ങനെ ഇത്രയും ആൾക്കൂട്ടത്തിന് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, വീഡിയോ എടുത്തില്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല, അറിയാതെ ഇത് പുള്ളിക്കാരി കള്ളം പറയുന്നതാണ്, ഡിനേ ചെയ്താൽ മതിയല്ലോ. ഈ തെളിവില്ലെങ്കിൽ നമുക്ക് ഡിനേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ലല്ലോ, എന്ത് പ്രൂവ് ആക്കാൻ പറ്റും? ഒരു ക്രിമിനൽ ആയിട്ടുള്ള ആളാണെങ്കിൽ ചിലപ്പം അയാൾ പറഞ്ഞൊക്കെ ജയിക്കാനൊക്കെ നോക്കും. അപ്പം സത്യം പറഞ്ഞാൽ അവിടെ ഇപ്പം ജെന്യൂൻ ആയിട്ട് കേസ് ആണെങ്കിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതൊരു എവിഡൻസ് ആണ്, ആരെ കാണിച്ചാലും അതൊരു പ്രൂഫാണ്. പക്ഷെ ഇതിൽ വേറൊരു കാര്യമുണ്ട്, അതായത് ഇപ്പം നിങ്ങൾ ഡൗട്ട്ഫുൾ ആണ് ഇങ്ങനൊരു സാധനം ഒരാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ എവിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങളത് കുറച്ചുകൂടി ലീഗലി പോകണതാണ് നല്ലത്. പബ്ലിക്കലി ഇത് ഇട്ട് കൊടുക്കാതെ, ഒരാളെ ഈ മോബിന് ഇട്ട് കൊടുക്കാതെ, ഇപ്പം നിങ്ങൾ ജെന്യൂൻ ആണ്, നിങ്ങൾക്ക് അത് കാണുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾക്ക് ലീഗലിയൊക്കെ പോകാൻ പറ്റും. പക്ഷെ ഇത് അല്ലാത്തൊരു സാധനം, നിങ്ങൾക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അതെനിക്ക് എന്താണ് അതിൻ്റെ അറിഞ്ഞുകൂടാ.
അപ്ലോഡ് ചെയ്യാമോ? അല്ല, അത് അപ്ലോഡ് ചെയ്യണേലൊന്നും തെറ്റില്ല. ഇപ്പൊ ഈ പക്ഷെ ഒരാളുടെ ഫേസ് ഒരു ഇന്നസെന്റ് ആണെങ്കിൽ, ഒരു ഇന്നസെന്റ് ആയ ഒരു മനുഷ്യനാണെങ്കിൽ ഇങ്ങനൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഇത് വൈറലാവും. ആൾക്കാർ ഇത് ഭയങ്കരമായിട്ട് ആഘോഷിക്കും. ഇപ്പം നിനക്കറിയാം ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഇപ്പം നമുക്കറിയില്ല ഉണ്ടായെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു സാധനം ഉണ്ടായി കഴിഞ്ഞാൽ ഈവൻ ദോ നമ്മൾ ഇന്നസെന്റ് ആണെങ്കിൽ ഈ ആൾക്കാർ നമ്മളെ ഭയങ്കരമായിട്ട് കമന്റ് ബോക്സിലും ലേബൽ ചെയ്യും, ചാപ്പ കുത്തും. ഇപ്പൊ ഈവൻ നമ്മൾ നിരപരാധി ആണെങ്കിലും ആ ഒരു ലേബലും ചുമന്നുകൊണ്ട് ലാസ്റ്റ് വരെ നമ്മൾ പോവേണ്ടി വരും. അല്ല, ഒരു ഫേക്ക് അലിഗേഷൻ, ഒരു പ്രത്യേകിച്ച് സെക്ഷൽ അസാൾട്ട് എന്ന് പറയുന്നത് ഒരു ഇപ്പം ഇന്നസെന്റ് ആയിട്ടുള്ള ആളിന് താങ്ങാൻ പറ്റൂല. എന്ന് വെച്ചാൽ ഒരു വുമൺ കാർഡ് ഉപയോഗിച്ചിട്ട് വെറുതെ ഒരു ഡിഫൻസിന് വേണ്ടി മാത്രം ഒരു ഫേക്ക് അലിഗേഷൻ കൊടുക്കുകയാണ്. അത് ഒരു ഇത്തിരി അഭിമാനം ഉള്ളവർക്ക്, മറ്റേ ഒരു ഇത് ഉള്ളവർക്ക് ആ ഒരു സാധനം സെക്ഷൽ അസാൾട്ട് എന്ന് പറഞ്ഞ സാധനം മൊത്തത്തിൽ താങ്ങാൻ ഭയങ്കര പാടാണ്. മൊത്തത്തിൽ നമ്മളെ ക്യാരക്ടർ അസാസിനേഷൻ ആണ്, ടാർണിഷ് ആയോ. പിന്നെ അത് വീട്ടിലായാലും നാട്ടിലായാലും ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും എല്ലായിടത്തും ഇതൊരു പ്രശ്നമാവും. പിന്നെ അങ്ങനത്തെ ഒരു ആംഗിളിലെ ആളിനെ കാണുള്ളൂ. ഇത് പിന്നീട് പ്രൂവ് ചെയ്ത ഇന്നസെന്റ് ആണെന്ന് പ്രൂവ് ചെയ്താലും ഈ സാധനം അങ്ങനെ പെട്ടെന്ന് മാഞ്ഞു പോകത്തില്ല. പ്രൂവ് ചെയ്താലും അത് സമയം എടുക്കുമല്ലോ, ടൈം എടുക്കുമല്ലോ. ഇത് കേസൊക്കെ വന്ന് ഇത് അതുവരെ നമ്മള് അങ്ങനെ അത് സഹിച്ച് നിൽക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നവും ഇതിലുണ്ട്. ഇതില് മെയിൻ പ്രശ്നം വെച്ചാൽ ഈ ഡിജിറ്റൽ ഇതില് ആൾക്കാരാണ് ജഡ്ജ് ചെയ്യണത്. ഒരു ലീഗൽ സാധനത്തിൽ പോണ ഒരു പ്രൊസീജിയറോ സാധനങ്ങളോ എവിഡൻസോ അങ്ങനെയൊന്നും വേണ്ട. ആൾക്കാർക്ക് ഒരു സാധനം കിട്ടിയ വൈറലായി കഴിഞ്ഞാൽ അത് ആൾക്കാർ തന്നെ പറയാണ് ഇതാണ് ഇവനിങ്ങനെയാണ് അല്ലെങ്കിൽ ഇവരിങ്ങനെയാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. ഇപ്പം ഇങ്ങനൊരു ഇപ്പോഴത്തെ റീസണിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി മരിച്ചതിന് ശേഷം ഈ ഒരു കേസിൽ ഉറപ്പില്ല അങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നും ആ വീഡിയോ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. അത് കോടതിയിൽ പോയിട്ട് ഇപ്പൊ പുള്ളിക്കാരിയുടെ 7 വീഡിയോ എന്തോ കയ്യിലുണ്ടായിരുന്നു. 7 വീഡിയോ ഉണ്ട്. പിന്നെ അത് സ്ലോ മോഷൻ ആണെന്ന് പറയുന്നു, പിന്നെ എഡിറ്റഡ് ആണെന്ന് പറയുന്നു. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പരിശോധനകളൊക്കെ നടക്കുന്ന. പിന്നെ പുള്ളിക്കാരന്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതൊരു സൂം ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കും അത് ചില ടൈമില് ചില ഇതില് എനിക്ക് തോന്നിയ കാര്യമാണ്. ചില ആംഗിളിൽ ഇന്റൻഷനലി ആയിട്ട് തന്നെ തോന്നും. ഫസ്റ്റ് നമ്മൾ കണ്ടപ്പോഴത്തേക്കും ഇന്റൻഷനലി ആണെന്ന് തന്നെ തോന്നും. പക്ഷെ സെക്കൻഡ് ഇതില് ബാഗ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അങ്ങനെ ആയിരിക്കുമോ ഒന്നും തോന്നും. പക്ഷെ ആ ഒരു സാധനത്തിൽ ഒരു ഡൗട്ട് ഉണ്ട്. ഒരു ഡൗട്ട് എന്താണ് സർ, ഇതിലെന്താണ് ആര് ഭാഗത്താണ് എന്നുള്ളത് ഈ പറഞ്ഞ കണക്ക് തെളിവുകളും ബാക്കി എന്താണ് അന്വേഷിച്ചൊക്കെ തെളിയിക്കേണ്ട ഒരു സംഭവമാണ് ആണ് ഈ ഒരു കേസിൽ. അപ്പൊ ഇങ്ങനെ ഒരു സാധനം നിൽക്കുമ്പോഴത്തേക്കും അത് വെച്ചിട്ടാണ് ബാക്കിയുള്ള കേസുകളെ അവർ സപ്രസ് ചെയ്യാൻ നോക്കുന്നത്. അതായത് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഹിസ്റ്റോറിക്കലി ഉണ്ടായിട്ടുള്ള കേസുകളെയൊക്കെയാണ് ഇവർ ഈവൻ വിത്ത് പ്രൂഫുള്ള സാധനങ്ങളെ വരെ ഇവർ ഇത് വെച്ചിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി വീഡിയോ എടുക്കരുത്, ഇങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇപ്പം റീസെൻ്റ്ലി ഒരാൾ ഇപ്പോൾ ഒരു ബസ്സിൽ ജെന്യൂൻലി ഒരു സാധനം ഉണ്ടായിക്കഴിഞ്ഞ് അവരിപ്പോൾ പറയുകയാണെങ്കിൽ ആൾക്കാർ സ്കെപ്റ്റിക്കലായിരിക്കും. അവർ വിചാരിക്കും പക്ഷെ അവിടെ ഒരു വീഡിയോ ഉണ്ട്, ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ വിശ്വസിക്കും, ശരിയല്ലേ? പക്ഷേ ഇപ്പൊ ഇന്നൊരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇപ്പൊ 100 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10-20 പേരെങ്കിലും ഈ ഒരു ഇൻസിഡന്റ് അവരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് കാണും. അപ്പൊ അവര് ചിലപ്പോഴത്തേക്കും ഒരു ഡൗട്ട്ഫുൾനെസ് വച്ചിട്ടേ പെരുമാറുകയുള്ളൂ. അങ്ങനെ തന്നെ ആയിരിക്കും. സപ്പോർട്ട് ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്. ഇപ്പം എല്ലാ കേസിലും നമ്മൾ ഇരയ്ക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത്, അല്ലേ? ചില ഇൻസിഡൻസിൽ ഫേക്ക് അലിഗേഷൻസ് ഉണ്ടാവാറുണ്ട്, അത് ഇല്ലാന്നല്ല. പക്ഷെ അങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ഇരയ്ക്കൊപ്പം ഉള്ളതെന്നുള്ളത് മാറ്റിയിട്ട് ഈ പ്രെഡേറ്ററിനൊപ്പം നിൽക്കണമെന്നുള്ളൊരു സാധനമാണ് ഇവിടെ ഒരു നരേറ്റീവാണ് ഇപ്പോൾ പുഷ് ചെയ്യുന്നത്. അതൊരു മോശം സാധനമാണ്. അതിലെനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ഒരു പങ്കുണ്ട്. അത് അവര് മൊത്തത്തിൽ നോർമലൈസ് ചെയ്യണം. കോമഡി ആയിട്ട് ഒരു ജോക്കായിട്ട് കാണുന്നു. ഒരു അസോൾട്ട് വന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നത് റീച്ചിന് വേണ്ടി മാത്രമാണെന്നുള്ള രീതിയിൽ ജോക്കായിട്ട് കാണുന്നു. പിന്നെ ഞാൻ തൊട്ടേ എന്നും പറഞ്ഞ് അങ്ങനെ വീഡിയോ എടുക്കുന്നു. പിന്നെ ഒരു കാർബോർഡ് ഇങ്ങനെ ആണുങ്ങൾക്ക് കാർബോർഡ് വെച്ച് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനത്തെ രീതിയിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു സാധനം ഈ ആൾക്കാർ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയയിൽ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആൾക്കാരെ മൈൻഡിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈവൻ ഒരു വീഡിയോ ഇട്ടാൽ തന്നെ ഇപ്പം ചില സാധനങ്ങൾക്ക് 2 സ്റ്റോറിയാണ്. ഇപ്പം ഏതെങ്കിലും ഒരു സ്റ്റോറിക്കാണ് റീച്ച്, അവർ പറയുന്ന സാധനത്തിനാണ് കുറച്ചും കൂടി അവർക്ക് സ്റ്റോറി ടെല്ലിങ് സാധനം കുറച്ചും കൂടി നന്നായിട്ടുണ്ടെങ്കിൽ
അവിടെ ഒരു PR ഒരു കമന്റ് സെക്ഷനും കൂടി നന്നായിട്ട് വേറൊരു സാധനത്തിലാണ് പോണെങ്കിൽ കൂടുതൽ ആൾക്കാർ ആ ഒരു സ്റ്റോറിയെ വിശ്വസിക്കുള്ളൂ. അങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ഈ ഒരു കോമഡി ആയിട്ട് തന്നെ ഇങ്ങനെ ഒരു സാധനം കൊടുക്കുകയാണെങ്കിൽ ഈ പല ആൾക്കാരും അങ്ങനെ ഒരു അവർക്ക് എന്താ അവർ മനഃപൂർവ്വം ആയിരിക്കില്ല, പക്ഷെ അവര് അങ്ങനെ ഒരു സാധനം അവർക്ക് ഉണ്ടാവും, അങ്ങനെ ഒരു ബയസ്നെസ് ഉണ്ടാവും. അതൊരു മോശം സാധനമാണ്. അത് ഈ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ട് ചിന്തിക്കണം. അതെ, ഇതൊരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരുന്നിട്ട് പറയും പോലെ ചിലപ്പോൾ തോന്നാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സ്ത്രീകൾ മൊത്തത്തിൽ ഇങ്ങനെയാണ് വീഡിയോ എടുത്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന പോലെ തോന്നും. ഇത് ഇപ്പം യൂട്യൂബിൽ എത്ര വീഡിയോസ് ഉണ്ട്, എത്ര അതിങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് ഗ്രോപ്പ് ചെയ്യണമുണ്ട്, പിന്നെ മാസ്റ്റർബേറ്റ് ചെയ്യണമുണ്ട് ട്രെയിനിൽ പബ്ലിക്കായിട്ട് ഇരുന്ന് ഒരു പെൺകുട്ടിയെ നോക്കി. അങ്ങനെ എത്ര വീഡിയോസും എത്ര ഇത് എന്തോന്ന് കേസസും ഉണ്ട് മലയാളത്തിൽ. ഇത് കേരളത്തിൽ തന്നെ ഇവിടെ പട്ടത്ത് ബസ് സ്റ്റോപ്പിൽ രാത്രിയിൽ ഇരുന്നപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് ഈ എക്സിബിഷൻ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലേ, അതിന്റെ ഒരു വീഡിയോ. അപ്പൊ അതൊക്കെ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു തെളിവെന്ന് പറയുന്ന ഒരു സാധനം കിട്ടുന്നത്. അല്ലെങ്കിൽ എന്തോ അറിയത്തില്ല. അല്ല, ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ ഉണ്ട് ഇതുപോലെ, ഇൻസ്റ്റയിലാണെന്ന് തോന്നുന്നു, കുറച്ചാളായി. അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തിരുന്നിട്ട് ഇങ്ങനെ ഗ്രോപ്പ് ചെയ്യും, അറിയാത്തല്ല ഗ്രോപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അങ്ങനെ ആദ്യം ഇരുന്ന് കൊടുത്തതല്ലേ കുറേ നേരം, എന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഇരുന്ന് കൊടുത്തതല്ലേ എന്നുള്ളൊരു സാധനം വരണം. അതൊക്കെ ഒരു ഭയങ്കര മോശ സാധനമാണ്. പിന്നെ ഒരു സംഭവം ഉണ്ട്, ഇത് ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് കൂടുതലും നോട്ടീസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളെ ഈ പെണ്ണുങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ എന്താണ് മെൻസ് അസോസിയേഷൻ പോലുള്ള സംഭവങ്ങളൊക്കെ പുഷ് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാ പിന്നെയും ഇങ്ങനെ വേർതിരിക്കുകയാണ്, ആണും പെണ്ണും അങ്ങ് അവര് ഒത്തിടപഴകാൻ പാടില്ല എന്ന് വെച്ചാൽ ഇത് കാണുന്ന ആൾക്കാർക്ക് എന്ത് ഇത്രയും ഇപ്പൊ ജെൻസിക്കാരും അവരും എല്ലാരും കാണയില്ലേ. ഇപ്പോഴാ ഇങ്ങനെ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ പെൺകുട്ടി ഇങ്ങനെ ഇടപെട്ട് ഇത്രയും ഭാവിയിൽ കേസ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തിരിക്കാൻ പാടില്ല. ഭയങ്കര വിവേചനം. അതെ, ആ ഒരു സംഭവം ഉണ്ടായിക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പൊ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി ബസ്സിലും ഇനി സ്ത്രീകൾ മാത്രമുള്ള ലേഡീസ് ഉള്ളി മാത്രം ബസ്സും അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ. അല്ല, ഇതില് സംഭവത്തിന്റെ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഫേക്ക് അലിഗേഷൻസ് ഉണ്ട്, ഇല്ലാന്നല്ല, ഫേക്ക് അലിഗേഷൻസ് ഒരുപാട് വരാറുണ്ട്. പക്ഷെ അതിപ്പം പേഴ്സൻറ്റേജ് ഭയങ്കര കുറവ്. അത് മൈനോറിറ്റി തന്നെയാണ്. മെജോറിറ്റിയും ഈ സെക്ഷൽ അലിഗേഷൻസ് വരണതിൽ അവർ ജെന്യൂൻ കേസസ് ആണ് മെജോറിറ്റിയും. പക്ഷേ ഈ മൈനോറിറ്റി സാധനത്തിനെ വച്ചിട്ടാണ് അവരതിനെ ഡിഫെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ വൈറ്റ് വാഷ് ചെയ്യാൻ നോക്കണം. പക്ഷേ ഇതിൽ ഒരു സംബന്ധിച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ ചെയ്യുന്ന കുറ്റങ്ങൾ സത്യം പറഞ്ഞാൽ കുറവാണ് അല്ലേ. പക്ഷെ അത് ഭയങ്കരമായിട്ട് ആൾക്കാർ റിമെമ്പർ ചെയ്യും. ഇപ്പം നമ്മൾ ജോളിയുടെ കേസൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന്, പക്ഷെ അതിനെക്കാരും എത്രയോ ഉള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ ഈ സ്ത്രീകൾ ചെയ്യണ സംഭവം ആകുമ്പോഴത്തേക്ക് അത് റിമെമ്പർ, അത് വെച്ചിട്ട് ആ സമയത്തും അത് വെച്ചിട്ട് ഒരുപാട് കോമഡീസ് ഇല്ലേ. ജോളി ഈ സമയത്ത് തന്നെ ഒരുപാട് സാധനങ്ങളില്ലായിരുന്നു, ഈ സയനൈഡിന്റെ സാധനം വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട്, പക്ഷെ ഒരു റിപ്പറിന്റെ സംഭവം അല്ലെങ്കിൽ വേറൊരു സാധനം അത്രയും ഇതുണ്ടാവാറില്ല. അല്ല, അതിനെ ഒരു ഇത് കോമഡി എന്നുള്ള രീതിയിലൊക്കെ പിന്നീട് ആക്കും. കോമഡി മീൻസ് അതിനെ വെച്ചിട്ട് കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിനെ ഒരു ഫണ്ണാക്കിയിട്ടൊക്കെ ചിത്രീകരിക്കുന്ന രീതിയിലൊക്കെ. ഈ ജോളിയുടെ കേസിന്റെ കാര്യമാണ് അത്. അങ്ങനത്തെ രീതിയിലൊക്കെ ആൾക്കാർ അതിനെ ഇതാക്കിയെടുക്കും. അതെ അതെ, ജോളി അതുകൊണ്ടാണ് അതത്രയും ആഘോഷിക്കപ്പെട്ടത്. ഭയങ്കര അത് നമുക്ക് ചിന്തിക്കാൻ ഒരു ഭയങ്കര മിസ്റ്ററി ഉള്ളതുകൊണ്ടാണ്. നമ്മള് യൂഷ്വലി നമ്മള് സ്ത്രീകൾ കുറ്റം ചെയ്യും എന്നുള്ളൊരു സാധനം കുറവാണ്. അത് അങ്ങനെയാണ് പൊതുബോധം അല്ലേ. സ്ത്രീകൾ കുറ്റം ചെയ്യണത് കുറവാണ്. കൂടുതലും ക്രിമിനൽസ് ആണുങ്ങളാണ് കുറ്റകൃത്യങ്ങൾ കൂടുതൽ ചെയ്യണത്, ശരിയല്ലേ. ഇപ്പൊ ശോഭ ജോണൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു പേരാണ്. ശോഭ ജോണാണോ? ശോഭ ജോൺ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് കേസേ ഉള്ളൂ. പക്ഷെ ആ കേസ് നമ്മളിതില് കുറച്ചും കൂടി ഇതാവും. ഗ്രീഷ്മ കഷായം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സാധനം ആ സമയത്ത് ഭയങ്കരമായിട്ട് ഇതുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര മോശം സാധനങ്ങളാണ്. പക്ഷേ ഇങ്ങനെയുള്ള സ്ത്രീകൾ ചെയ്യുന്ന സാധനം കുറവാണ്. പക്ഷെ ആ സാധനങ്ങൾ ഭയങ്കരമായിട്ട് റിമെമ്പർ ചെയ്യുകയും ചെയ്യും, അത് ആഘോഷിക്കപ്പെടുകയും ചെയ്യും. അതിന് റീച്ച് ഭയങ്കര കൂടുതലാണ്. കാരണം ഇതൊക്കെ കൺസ്യൂം ചെയ്യുന്നത് ഭൂരിഭാഗം ആണുങ്ങളാ, അതുകൊണ്ടായിരിക്കും റീച്ച് കൂടുതൽ.
ആയിരിക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടാ, ഇപ്പോഴേ ഒരു ഫോൾസ് അക്യൂസിയേഷൻ നമുക്ക് നേരെ വന്നെന്നിരിക്കട്ടെ, ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട്, അപ്പോഴ് അതെങ്ങനെയായിരിക്കും ഇപ്പൊ നമ്മള് നമ്മുടെ ഭാഗത്ത് അതെങ്ങനെ? സത്യം പറഞ്ഞാൽ അത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ഒക്കെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ ജഡ്ജ് ചെയ്യും. ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്നത് അത് റിയലാണ്. അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതിൻ്റെ അങ്ങ് അപ്പുറമായിരിക്കും. ഇപ്പം നമ്മൾ ഫാൾസ് അക്യൂസിയേഷൻ മീൻസ് നമ്മളുടെ സൈഡിലാണ് ശരി, നമ്മളങ്ങനെ ചെയ്തിട്ടില്ല, ഒരു ഫോൾസ് സാധനമാണ്. അപ്പോൾ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരിക്കുമല്ലോ എന്നിങ്ങനെ പോയാലും. നമ്മളിപ്പം ഒരാളോട് പറയുകയാണ് ഇങ്ങനെ അല്ല സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവും. അതിനുശേഷം അത് തന്നെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവും ഭയങ്കരമായിട്ട്. അത് ഓരോ ആൾക്കാരെ കണക്കിരിക്കും അവരെങ്ങനെയാണ് അത് എടുക്കണേന്നുള്ളത്. ഇപ്പോൾ ഇമോഷണലി കുറച്ച് വീക്കായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തകർന്നു. പക്ഷേ സ്റ്റിൽ നിങ്ങൾ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റമായിട്ട് സംസാരിക്കുക, അല്ലേ, ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുക, അവരെ സത്യം പറഞ്ഞ് മനസ്സിലാക്കുക. അതിനുശേഷം ചെയ്യാനുള്ളത് ലീഗലി മൂവ് ചെയ്യുക. ഇങ്ങനൊരു ഫോൾസ് അക്യൂസേഷൻ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വക്കീലിനെ കാണുക, മൂവ് ചെയ്യുക. ഇവിടെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാതെ, ഒരു ബയസ്നെസ് ഉണ്ടാവാതെ ജസ്റ്റിസ് സെർവ് ആവണം. ഏത് സൈഡിലാണോ ശരി അവർക്കായിരിക്കണം ജസ്റ്റിസ് കിട്ടാനുള്ളത്. ഇപ്പോൾ ഒരു ഫോൾസ് അക്യൂസേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഫോൾസ്ലി അക്യൂസ് ചെയ്ത ആളിന് അതിനായിട്ടുള്ളൊരു സാധനം കിട്ടണം. സോ ദാറ്റ് ഫ്യൂച്ചറിൽ അങ്ങനെ ഒരാൾ ഒരു ഫോൾസ് അക്യൂസേഷൻ വരരുത്. കാര്യം ഞാൻ ഇടയ്ക്ക് US ഒരു കേസ് കണ്ടതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കുഞ്ഞിലെ യങ്ങായിരുന്ന സമയത്ത്, നീ ഇത് കണ്ടിട്ടുണ്ടോ, യങ്ങായിരുന്ന സമയത്ത് ഒരാൾ അക്യൂസ് ചെയ്യും പുള്ളിക്കാരനെ ഇങ്ങനെ, എന്നിട്ട് അങ്ങേരുടെ ലൈഫ് ടൈം എത്രയോ വർഷം ഇതിലായി പോകും. പക്ഷേ പിന്നീട് അവർ തിരുത്തി പറയും പുള്ളി ആയിരുന്നില്ല, നിരപരാധിയാണ്. പക്ഷേ അങ്ങയുടെ ലൈഫ് ടൈം പോയി. അങ്ങനെ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും അങ്ങേരുടെ നല്ല സമയം ഫുള്ള് കഴിഞ്ഞു. അങ്ങേര് 50 സംതിങ് ആയപ്പോഴാണ് ഇറങ്ങിയത്. 2023 ഒരു ബാസ്കറ്റ്ബോൾ കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം അങ്ങനെയൊക്കെയുള്ള കേസ് ഉണ്ട്. എമൗണ്ട് മാത്രം കിട്ടും, പക്ഷേ പ്രായവും കാര്യങ്ങളൊക്കെ പോയി. മാനനഷ്ടത്തിനുള്ള ഒരു ഇത് കിട്ടും, പക്ഷെ അത് കിട്ടിയിട്ട് കാര്യമില്ല. ലേബല് വീഴും. എല്ലാ വർഷം പോയി. പിന്നെ എല്ലാ കേസിലും ഇങ്ങനൊരു ഇപ്പം ഈ ഒരു കേസ് അത്രയും മീഡിയ അറ്റൻഷൻ കിട്ടിയോണ്ടാണ് അതായത്. പക്ഷെ പലർക്കും അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പം വിട്ടയക്കുമ്പോഴത്തേക്ക് അതൊരു വലിയ ഇതാവാറുമില്ല, വാർത്തയാവത്തുമില്ല. പിടിച്ച സമയത്തുണ്ടായിരുന്ന അത്രയും ഒരു ന്യൂസ് സംഭവം വിട്ട് കഴിയുമ്പോൾ വരത്തില്ല. അത് തന്നെ. ഇപ്പം ഈ ഒരു കേസിൽ അവര് വീഡിയോ എടുത്തതിന്റെ ഒരു സാധനം പറയുന്നുണ്ടല്ലോ. ഇപ്പൊ മീഡിയക്കാര് ഒരു അക്യൂസിയേഷൻ നടക്കുമ്പോഴേ അവര് ഫേക്ക് ആണോ അത് ജെന്യൂൻ ആണോ എന്ന് അന്വേഷിച്ചാണോ അവരിടുന്നത്? അല്ല, മീഡിയക്കാർക്ക് സത്യം മീഡിയക്കാര് ഇതുപോലെ ഈ ഒരു സെയിം മെന്റാലിറ്റിയാണ് മീഡിയക്കാർ ആദ്യം എന്ത് ചെയ്യാൻ പറ്റും അവരെടുത്ത് ചർച്ച ചെയ്യണ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതെന്തോ ഒരു ഏലിയൻ ആയിട്ടുള്ള ഒരു സാധനമാണ്, എന്തോ ഒരു ഇതാണ്. പക്ഷെ ഇവര് ഫേക്ക് ആണോ ഇത് ജെന്യൂൻ ആണോ എന്ന് ഇവർ അന്വേഷിച്ചിട്ടേ ഇടണം. ഇവർ എല്ലാവരും മുഖം ഇടും. അവർക്ക് വേണ്ടത് റീച്ച് മാത്രമാണ്. ഇപ്പൊ ഫേക്ക് ആയാലും ജെന്യൂൻ ആയാലും അവര് മുഖം കാണിച്ചേ ഇടുകയുള്ളൂ. അല്ല, ഈ മീഡിയക്കാരുടെ ഞാൻ പറഞ്ഞ ഈ കേസ് മാത്രമല്ല, എന്ത് പർട്ടിക്കുലർ ഒരു ഇൻസിഡന്റ് ഉണ്ടായാലും മീഡിയക്കാര് അത് പൊതുജനത്തിന് ഏതാണോ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന ആ ഒരു സൈഡിലോട്ട് നരേറ്റ് ചെയ്തായിരിക്കും മീഡിയക്കാർ ഉള്ളത്. ന്യൂസ് ചാനലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യണത്. അത് അവർ തന്നെ ഒരു സാധനം വിധി പറയും, എന്നിട്ട് ആൾക്കാരൊക്കെ കിട്ടുകൊടുക്കും. അപ്പൊ അവർക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ വോയിസ് ചെയ്യാൻ ഒരു അർഹതയില്ലാത്തവരാണ് സത്യം പറഞ്ഞാൽ ഈ ന്യൂസ് ചാനൽ എന്ന് പറയുന്നത്. ശരിയല്ലേ? അവര് ഈ വിധിയും പറയും. ചില ഇതിലൊക്കെ നമ്മൾ ന്യൂസ് ടൈമിൽ നടക്കുമ്പോ അവര് തന്നെ ജഡ്ജ് ആയിട്ടിരുന്നിട്ട് വിധി പ്രസ്താവനയൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. അല്ല, ഇത് തന്നെയാണ് പ്രശ്നവും. ഈ ആൾക്കാരും കൂടുതലും ഈ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പറയുന്ന സാധനം ആദ്യമേ വിശ്വസിക്കും. ഈ ഒരു ലീഗൽ ചാനലിൽ കൂടെ പോകുമ്പോഴത്തേക്കുള്ള സത്യത്തിനെക്കാളും ഇവിടെ ലീഗൽ സാധനം ഒരു സമയമെടുക്കും, ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷെ ആൾക്കാർക്ക് വേണ്ടത് ഇൻസ്റ്റന്റ് ജസ്റ്റിസ് ആണ്. ശരിയല്ലേ? ഇപ്പം പെട്ടെന്ന് ഒരു സാധനം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം അവർക്കത് കിട്ടണം. കൂടുതൽ ആൾക്കാർ ഏത് സൈഡിലാണോ നിൽക്കുന്നത് ആ സൈഡിലോട്ട് ഒരു ചായ്വ് വരാൻ സാധ്യത കൂടുതലാണ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ. അതെ അതെ, അത് പലയിടത്തും നമ്മൾ ഇമോഷണലാണ്. നമ്മൾ ഒരു ഹ്യൂമൻ ഇമോഷൻ വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു ഇമോഷൻ വെച്ചിട്ട് ആ ഒരു ഇതിലാണ് ആ ഒരു മോബ് നിൽക്കണത്. അപ്പോഴതിന് അനുസരിച്ചുള്ള സാധനവും എങ്ങനെ റീച്ച് കിട്ടും, മീഡിയ അങ്ങനത്തെ രീതിയിലുള്ള സാധനം കേറ്റർ ചെയ്യുള്ളൂ. അത് കേറ്റർ ചെയ്യുള്ളൂ. എങ്ങോട്ടാണോ ഈ കൂടുതൽ ഇമോഷൻ അല്ലെങ്കിൽ ആൾക്കാർ ഇത് ചെയ്യുന്നത് അത് വച്ചിട്ട് അത് യൂസ് ചെയ്യാൻ മിൽക്ക് ചെയ്യും ആൾക്കാർ. അതായത് ഇപ്പം മൈനോറിറ്റി സാധനം തന്നെയാണ്, നമ്മൾ നേരത്തെ രണ്ടു നമ്മൾ പറഞ്ഞ മൈനോറിറ്റി സാധനം തന്നെയാണ് ഈ ഫേക്ക് അലിഗേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫേക്ക് അലിഗേഷൻസ് വെച്ചിട്ട്
കുറേ സാധനങ്ങൾ വൈറ്റ് വാഷ് ചെയ്യാൻ നോക്കും, ഈ റിയൽ ഇൻസിഡൻസിനെ വൈറ്റ് വാഷ് ചെയ്യാൻ നോക്കും, അതിനെ ഒരുപാട് യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർ ഭയങ്കര സ്കെപ്റ്റിക്കലാവും. എന്നിട്ട് നാളെ ഇങ്ങനെ ഒരു ബസ്സിൽ നേരത്തെ പറഞ്ഞ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാരെ ഫസ്റ്റ് തോട്ട് ചിലപ്പം ഇതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഈ ഒരു നിൽക്കുകയാണെങ്കിൽ അവർ ഇതിനി കണ്ടന്റിന് വേണ്ടി വൈറാലിറ്റിക്ക് വേണ്ടി ചെയ്യണമായിരിക്കുമോ, അല്ലെങ്കിൽ ഇവർ എക്സാഗ്രേറ്റ് ചെയ്യണമായിരിക്കുമോ ഈ സാധനം, അല്ലെങ്കിൽ ഇത് ഫേക്ക് സാധനം ആയിരിക്കുമോ എന്നുള്ളൊരു സാധനം ആൾക്കാരുടെ മൈൻഡിലോട്ട് വരും, അങ്ങനെ സാധാരണക്കാരന്റെ മൈൻഡിലോട്ട് വരും. അങ്ങനെ ഒരു പ്രതികരിച്ചാലോ അല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താലോ അത് ഇങ്ങനെ ആയിരിക്കുമോ, ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വിചാരിക്കുമോ എന്നൊക്കെ വിചാരിക്കും. അത് അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കും. ഞാൻ പറഞ്ഞ ചുറ്റുമുള്ള ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ ബസ്സിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ചിലരൊക്കെ അപ്പൊ തന്നെ പ്രതികരിക്കും. ചിലർ ചിലപ്പോൾ ഫ്രീസ് ഷോക്കായി പോകും, ആ ഷോക്കിൽ നിന്ന് വിടൂല. ചിലര് വീട്ടിൽ ചെന്നിട്ടായിരിക്കും ഇത് റിയലൈസ് ചെയ്യണത്, ആ ട്രോമ അങ്ങനെ പോണത്. അത് അങ്ങനെ ഇപ്പം അടുത്തിരിക്കണ ആൾക്കാര് ഭയങ്കര രീതിയിൽ പ്രതികരിക്കുന്നവരുണ്ട്. അത് അങ്ങനെ പ്രതികരിക്കാത്തവരും ഉണ്ട്. പ്രതികരിക്കാത്തവര് ചിലപ്പോ അതൊരു ഫ്രീസ് ആവണതോ എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടാതെ ഇരിക്കണവരും ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ ബസ്സിൽ യൂഷ്വലി ബസ്സിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പബ്ലിക് സ്പേസിൽ ഒരാൾക്ക് ഇങ്ങനെ ഇൻസിഡന്റ് അവർ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ചുറ്റുള്ളവരൊക്കെ പ്രതികരിക്കും, സപ്പോർട്ട് ചെയ്യുള്ളൂ. നമ്മൾ അങ്ങനെയാണ് ചെയ്യാനുള്ളത്. അതായത് സാധാരണ ഇപ്പം സിനിമയിലൊക്കെ പണ്ട് സിനിമയിൽ കണ്ടിട്ടുള്ളതാണ്, ഇത് പൊതുവെ നടക്കണ തന്നെ. ബസ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകും. കൂടെ ഉള്ളവർ തന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിലൊക്കെ വരാറുണ്ട്. അതല്ല സത്യം പറഞ്ഞാൽ വേണ്ടത്, മോബറ്റൊക്കെ അല്ല വേണ്ടത്. സത്യം പറഞ്ഞാൽ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ സൈഡിലോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ കേരള പോലീസൊക്കെയാണ് സത്യം പറഞ്ഞാൽ നല്ല ഇതായിരിക്കും. ഇങ്ങനെയുള്ള സാധനം വന്നു കഴിഞ്ഞാൽ വിക്ടിമിനെ അങ്ങനെ മോശപ്പെടുത്തുന്നു അങ്ങനെയൊന്നും സാധനങ്ങളൊന്നും ഒരു സ്റ്റേഷനിലും ഉണ്ടാവൂല. അവര് വിക്ടിമിന്റെ കൂടെ തന്നെയായിരിക്കും നിൽക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോവാം. നിങ്ങളുടെ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോയോ അങ്ങനെയൊന്നും പുറത്ത് അവർ വിടത്തുമില്ല. നിങ്ങളുടെ പ്രൈവസി ഒന്നും ഒരു തരത്തിലും ബാധിക്കാതെ കേരളത്തിൽ അത് അവർ കൈകാര്യം ചെയ്തോളും. അതിൽ പ്രൊട്ടക്ഷനും ഉണ്ട്. വിക്ടിമിന്റെ ഒരു ഡീറ്റെയിൽസും പുറത്ത് വിട്ടുവിടാന്നുള്ളതും കൊണ്ട് ഫോട്ടോസ് അതും ഉണ്ടാവൂല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടി സത്യം പറഞ്ഞാൽ പലരും ഇത് മടിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീഗൽ സിസ്റ്റം പഠിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് മെനക്കേടാണ്, ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പ്രതിയാവോ, അങ്ങനെ ഒരു സാധനം. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻസിഡന്റ്, ഒരു ബാഡ് ഇൻസിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അത് കേസിന് തന്നെ പോകണം. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലായിടത്തും വരുതാ പോലീസ്. അല്ല, ഇങ്ങനത്തെ ഒരു ജെന്യൂൻ കേസിൽ പോയിട്ടില്ലെങ്കിൽ അവർ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. അതെ, ഇത് അവർക്കൊരു ചിലപ്പോൾ അവരുടെ ഒരു മൈൻഡിൽ വരണ സാധനമാണ്. അവർക്ക് കോൺഫിഡൻസ് കൂടിക്കൊണ്ടിരിക്കും. അവര് ഒരു ഹൈ വരും. കാരണം ഇത് ചെയ്തിട്ട് പിടിച്ചില്ല, ഇത്രയും ഇത് ചെയ്തിട്ട് പോലീസ് പിടിച്ചില്ല എന്ന് പറയുമ്പോഴേ അവർക്കൊരു കോൺഫിഡൻസ് ആണ്. അവർക്കൊരു ഇമ്പാക്ട് ഉണ്ടായില്ല, ആ ഒരു സാധനത്തിൽ ഒരു ഇമ്പാക്റ്റോ അതിനൊരു റിസൾട്ട് ഇല്ല. അപ്പോഴ് അവര് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുള്ളൂ. അതുമല്ല, ഇതൊരു ഇങ്ങനൊരു ജസ്റ്റിസ് സെർവ് ചെയ്ത് ലീഗൽ വഴി ചാനൽ വഴി പോവുകയാണെങ്കിൽ ഇത് പലർക്കും ഒരു എക്സാമ്പിളും കൂടിയാണ്. നാളെ ഇത് ആവർത്തിക്കുകയില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ലീഗൽ സൈഡിൽ മൂവ് ചെയ്യണത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും നല്ല ആക്ഷൻ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു എവിഡൻസും കൂടിയാണ്. തെളിവായിട്ടുണ്ടെങ്കിൽ നല്ലൊരു എവിഡൻസും ആണ്. അത് സെറ്റിംഗ് എക്സാമ്പിളും കൂടിയാണ്. ഇങ്ങനെയുള്ളൊരു സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അകത്താവണം. ഇപ്പൊ ഈ ഒരു കേസിലുണ്ടല്ലോ, ഈ പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു എവിടെയോ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിന്നതിന്റെ ഒരു സംഭവമൊക്കെ കണ്ടായിരുന്നു. പിന്നെ അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതികരണ ശേഷിയൊക്കെ ഉള്ള ഒരാളായിരിക്കും. അപ്പൊ ഈ വീഡിയോ എടുത്തതിന് ശേഷം അതൊരു തെളിവായല്ലോ. അതിന് ശേഷം വേണമെങ്കിൽ പ്രതികരിക്കുകയോ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് വേണമെങ്കിൽ സ്റ്റേഷനിൽ പോവായിരുന്നു. ഇപ്പൊ മേ ബി ആ സമയത്ത് ചിലപ്പം വീഡിയോ എടുത്തെങ്കിൽ ഇപ്പം പറയാനൊന്നും പറ്റില്ല, എല്ലാവർക്കും അവിടെ വെച്ച് പ്രതികരിക്കണം എന്നൊന്നും പറയാൻ പറ്റൂല. അതൊക്കെ ഓരോരുത്തരുടെ മെന്റാലിറ്റി. ഇപ്പം അവിടെ പറ്റിയില്ലെങ്കിലും വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അവർക്ക് അത് പ്രതികരിക്കണമെന്ന് തോന്നിയല്ലോ. കാര്യം അതെന്തായാലും ഇത് പോവുകയാണ്. അപ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ അതിന് മുന്നേ അങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റേഷനിൽ ലീഗലി പോണതായിരുന്നു ബെസ്റ്റ്. അല്ല, അത് ഫെയർനെസ് ആണ്. അത് മറ്റേ അപ്പുറത്തേക്കുന്ന ആളിനും ഒരു ഫെയർനെസ് ആണ്. കാര്യം അവർക്കും കൂടി അവർ അങ്ങനെ ഒരു സാധനം ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ജസ്റ്റിസ് അല്ലെങ്കിൽ അവരുടെ സൈഡ് പറയാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഒരു സൈഡിലേക്ക് ജഡ്ജ് ചെയ്യുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. ഇപ്പൊ ഇതില് ഈ വീഡിയോ എടുക്കുന്നതാണ് ഒരു സംഭവമായിട്ട് പറഞ്ഞത്. പക്ഷെ ഈ വീഡിയോ എടുക്കുന്നത് അത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റൂല എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അത് ഇപ്പം കാലാകാലമായിട്ട് വീഡിയോ KSRTC-യിലൊക്കെ എടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്.
ഇതൊരു ഒരു ഒരു ഒറ്റപ്പെട്ട എന്ന് വെച്ചാൽ ഒരു മൈനോറിറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിപ്പോഴും ഭൂരിഭാഗം ഉള്ളത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. ഈ തെളിവെന്ന് പറയുന്ന സാധനം സോഷ്യൽ മീഡിയ അവരിട്ടില്ലെങ്കിലും അത് ഏതെങ്കിലും ന്യൂസ് ചാനലൊക്കെ അത് പുറത്തു വിടാറുണ്ട്. അത് അവരുടെ ഫേക്ക് ആണോ ജെന്യൂൻ ആണോ നോക്കാതെ തന്നെ ഇടാറുണ്ട്. അല്ല, മീഡിയ ഇപ്പൊ ഒരു എന്താണ് മീഡിയ, ടിവിയിലുള്ള മീഡിയ ഇല്ല, അവർക്കൊരു ഇതുണ്ട്, എന്താണ് ഒരു റൂൾസും പ്രോട്ടോകോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ അന്വേഷിച്ചിട്ട് ജെന്യുവിൻ ആണോ എന്നൊരു അവര് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഇത് ചെയ്യാറുള്ളൂ. സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അവരുടെ ഇഷ്ടത്തിന് അങ്ങ് ഇടുകയാണ്. ഈ റൂളും കാര്യങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. ആ ഒരു സംഭവം ഇവിടെ ഉണ്ട്, പ്രോട്ടോകോൾ ഉണ്ട്. ഈ മീഡിയക്കാർക്കുണ്ട്. അവർ അന്വേഷിച്ചിട്ട് അതിനൊരു ഫാക്ട് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അവർ ഇടാറുള്ളൂ സാധാരണ ഇതിൽ. അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ്. അപ്പൊ ആ ഒരു സംഭവം ഉണ്ട്. അപ്പോഴേ ഈ ഒരു സംഭവം, ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഇപ്പൊ പുള്ളിക്കാരൻ മരിച്ചില്ല എന്ന് വെച്ചോ, അപ്പോഴേ ഇവര് വീഡിയോ പബ്ലിഷ് ചെയ്യൂലേ ഈ മീഡിയക്കാര്? ഇത് ഈ പറഞ്ഞ കണക്ക് ഫാക്ട് ഒക്കെ ചെക്ക് ചെയ്ത് ഇങ്ങനെ ഈ വീഡിയോ എവിഡൻസ് ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടല്ലേ ഇവർ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതൊരു ചർച്ച എന്നുള്ള രീതിയിൽ ചർച്ച എനിക്ക് ചർച്ച ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇതൊന്നും ചർച്ച ചെയ്യൂല. പക്ഷേ എനിക്കും തോന്നിയിട്ടുള്ള, ഇപ്പം ഞാൻ ഈ ഒരു കേസിനല്ല, ഇതും ഈ അലിഗേഷൻസിനൊക്കെ മാറ്റി നിർത്തിയാലും ഇപ്പോൾ ഒരു സംഭവം, ഒരു ഇൻസിഡൻറ്റ് വരുമ്പോഴത്തേക്കും മീഡിയാസും, അതായത് ന്യൂസ് ചാനൽസും ഒരു സത്യം പറഞ്ഞതിന് മുന്നേ, സത്യം എന്താണെന്ന് അറിയണതിന് മുന്നേ അവരും ചർച്ച ചെയ്യാറുണ്ട്. പലരെയും ഒരു സൈഡ് വെച്ച് ബയസ്ഡ് ആയിട്ടും ചെയ്യാറുണ്ട്. ഇപ്പം മേ ബി ചില സ്ഥലങ്ങളിൽ പൊളിറ്റിക്കൽ ഇൻസിഡൻസ് ആയിരിക്കും. അപ്പം പല രാഷ്ട്രീയ ചാനലുകൾക്കും ഓരോ മീഡിയാസിൽ അജണ്ടകളും ഇതുമുണ്ട്, അവർക്കൊരു ചായവുമുണ്ട്. അവരവരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ട് ബാക്കിയുള്ളവരെ ടാർണിഷ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഈവൻ ദോ ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ കേസൊക്കെ പണ്ട് ഉണ്ടായിട്ടുണ്ട് ഇല്ലേ, പലരും അത് ആഘോഷിച്ചതുമാണ്. അതൊക്കെ നീ പറഞ്ഞ പോലെ ഇപ്പൊ ഫാക്ട് ചെക്ക് ചെയ്തിട്ടാണോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം CD നോക്കാൻ ഇതിനൊക്കെ ഇവരിതിട്ടിട്ട് അവർ വേറൊരു സ്റ്റോറി തന്നെയാണ് സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവരെ അങ്ങനെ ഏഞ്ചൽസ് ആയിട്ട് കാണിക്കാനൊന്നും പറ്റൂല. അവരും ഇത് ഭയങ്കരമായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ഞാൻ ഈ ഒരു കേസിന്റെ കാര്യമല്ല പറഞ്ഞ, പക്ഷെ അല്ലാത്ത കേസിലും അവര് ഫാക്ട് ചെക്ക് സോഷ്യൽ മീഡിയ കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ, കുറച്ചും കൂടി ഒരു ആധികാരികത റൂൾസും പ്രോട്ടോകോളും ഉണ്ട്. അത് ഒബ്വിയസ്ലി ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ അതൊന്നുമില്ല. അങ്ങ് ഇട്ടിട്ട് ഒരാളെ അങ്ങ് കൊത്തിപ്പറിക്കാൻ ഇടുന്ന ഒരു സാധനമാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇടുന്ന എക്സ്പോസിങ്, മീറ്റ് മിസ്റ്റർ ഉല്ലാസ്, അങ്ങനെ വെച്ചാൽ എക്സ്പോസ് ചെയ്യും. അപ്പോഴങ്ങനെ ഒരു സാധനം എക്സ്പോസ് ചെയ്യണതും ടാർണിഷിങ് അല്ലേ ആണ്. അതിനെതിരെ വേണമെങ്കിൽ നമുക്ക് കേസ് പോവാല്ലോ. ഇപ്പൊ ജെന്യൂൻ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക്, നമ്മൾ ഇന്നസെന്റ് ആണ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ആ ഒരു പ്രൂഫ് വെച്ചിട്ട് നമുക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ചേട്ടനാണ് എനിക്ക് നേരെ ഇടുന്നെങ്കിൽ, ഇപ്പൊ എനിക്ക് ഇന്ന പ്രശ്നങ്ങൾ, ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം എനിക്കിപ്പോ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കേസ് പോയി കഴിഞ്ഞാൽ ചേട്ടൻ എനിക്ക് മാനനഷ്ടത്തിന് ഇത് തരേണ്ടി വരും. ഒരു ഇത് വേണം. അത് എന്ന് തരേണ്ടി വരും, എന്ന് തരും, ജസ്റ്റിസ് എന്ന് സെർവ് ആവുന്നുള്ള കാര്യവും ടൈം എടുക്കും. ആ സമയത്തേക്ക് നിന്റെ ഇത് പോവും. നീ ഭയങ്കരമായിട്ട് ഹ്യൂമിലിയേഷൻസ് ഒരുപാട് നേരിടേണ്ടി വരും. അങ്ങനൊരു സാധനമുണ്ട്. അതാണ് പ്രശ്നം. അത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അതായത് മറ്റേ റിയൽ ജസ്റ്റിസ് കുറച്ച് പതുക്കെ സെർവ് ആവുള്ളൂ. കാര്യം കേസ് കാണുമ്പോൾ അതിന്റെ ഒരു പ്രോട്ടോകോളൊക്കെ ഉണ്ട്. അത് റൂൾ അനുസരിച്ച് പതിയൊക്കെ വരുള്ളൂ. എത്ര വർഷം എടുക്കും, അത് കഴിഞ്ഞിട്ടേ അത് വരുള്ളൂ, അവർ വിധി വരുള്ളൂ. പക്ഷെ അതിനു മുമ്പ് ആൾക്കാർ നിന്നെ ലേബൽ ചെയ്ത് കഴിയും. പക്ഷേ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ, ഈ ക്യാമറ യുഗം ഉണ്ടല്ലോ മൊത്തത്തിൽ, എന്ത് വെച്ചാലും CCTV ഉണ്ട്, പിന്നെ ക്യാമറാസ് ഉണ്ട്, മൊബൈലുണ്ട്, എന്ത് കഴിഞ്ഞാലും വരും. അപ്പോൾ ആ ടൈമിൽ സോഷ്യൽ മീഡിയ ഒരു സാധനം വന്നു കഴിഞ്ഞാലേ, അത് വരും. അത് വരാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു ഇഷ്യൂവോ എന്തെങ്കിലും CCTV തന്നെ എത്രയും ക്ലിപ്പുകൾ പറഞ്ഞു മുഖം കാണിച്ചുകൊണ്ട് വരുന്നു. ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിലും ആ ഒരു സാധനത്തില് വീഡിയോ ഇടരുത്, ഇത് കേസിന് ശേഷമേ ഇടാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ തെറ്റ് ചെയ്താലും ഇതിന് ശേഷമേ വെളിപ്പെടുത്താൻ പാടുള്ളൂ എന്ന് പറയുമ്പോഴും അതിനൊരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ജെന്യൂനായിട്ട് തെറ്റ് ചെയ്തവരും ജെന്യൂനായിട്ട് പ്രെഡേറ്റർ ആയ ആൾക്കാർക്കും ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റ് ചെയ്യാത്തവരുടെ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടും പോലെയല്ലേ. അവർക്കും ഒരു ഇമ്മ്യൂണിറ്റി കിട്ടണം. അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, കാരണം ഇത്രയും വർഷം കഴിയുമ്പോഴേ
എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ ലോ അനുസരിച്ച് കുറച്ച് ടൈം എടുത്താലേ അതിന്റെ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പൊ അതിന് ആ ഒരു ഇതില് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഒരു സാധനം ചിന്തിച്ചിട്ട് കിട്ടുന്നില്ല. അത് ഇത്തിരി പാടായിട്ടുള്ള സാധനം തന്നെ. അതാണ് നേരത്തെ പറഞ്ഞത്. അതായത് ഈ ഫേക്ക് അലിഗേഷൻസ് വരും, പക്ഷെ അതിന്റെ കൗണ്ട് കുറവായിരിക്കും. പക്ഷെ ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേക്ക് അലിഗേഷൻസ് വച്ചിട്ട് ഈ മെജോറിറ്റി ആയിട്ടുള്ള ജെന്യൂൻ സാധനങ്ങളെ നെഗേറ്റ് ചെയ്യാൻ നോക്കും അവര്. മനസ്സിലായില്ലേ? അത് വെച്ചിട്ട് മറ്റവർക്ക് വേണമെങ്കിൽ അതൊരു ഇമ്മ്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനൊരു കേസ് ഉണ്ടായിരുന്നല്ലോ, ഇത് ഇങ്ങനെ ആയിരുന്നു, അപ്പൊ എൻ്റെതും അങ്ങനത്തെ ഒരു സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഇമ്മ്യൂണിറ്റി എവർക്കും കിട്ടും. അത് ഈ ആൾക്കാർ ഇങ്ങനൊരു സാധനം ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇത് തന്നെയാണ്, ഇങ്ങനത്തെ നരേറ്റീവ് ആണ് എല്ലാവരും പുഷ് ചെയ്യണമെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടും. അതൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് കിട്ടും. അത് തന്നെയാണ് അവർ പുഷ് ചെയ്യണത്. അതൊരു പ്രശ്നമാണ്, അതും ഒരു പ്രശ്നമാണ്. ബേസിക്കലി എപ്പോഴും നിൽക്കേണ്ടത് ഒരു സെക്ഷൽ അസോൾട്ട് അനുഭവിച്ച ഒരാളുടെ കൂടെ തന്നെയാണ് എല്ലാവരും നിൽക്കേണ്ടത്. അപ്പം അത് ഇങ്ങനത്തെ ഇപ്പം എപ്പോഴെങ്കിലും ഫേക്ക് അലിഗേഷൻസ് 1-2 വന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർക്കുള്ള സപ്പോർട്ടൊന്നും പിൻവലിക്കാനൊന്നും പറ്റില്ല. അത് പ്രശ്നമാണ്. ഇങ്ങനെ ഇപ്പം ആ പുഷ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേജർ കേസുകളെല്ലാം ഇങ്ങനെയാണെന്നുള്ളൊരു സാധനം, ഒരു നരേറ്റീവാണ് പുഷ് ആവണത്. അത് സത്യം പറഞ്ഞാൽ അതല്ല, ഈ മെൻസ് അസോസിയേഷൻ തന്നെ ഈ സവാദ് ഇറങ്ങിയപ്പോഴ് മാലയിട്ട് അവരാണ് ഈ ഒരു അജണ്ടയും പുഷ് ചെയ്യുന്നത്. അത് അവരുടെ കൂടെ ജനങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അവരെ കൂടെ ഈ ഇത്രയും ഒരു ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് ആൾക്കാർ ആ ഒരു മോബിന് അവര് പറയണ ഇൻഫ്ലുവൻസ് ആവുകയാണ്. കമന്റിലും അതൊക്കെ വായിക്കുമ്പോഴും കുറച്ച് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടോന്ന് തോന്നുന്നു. പിന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സ് ആവട്ടെ, ഒരു ആണുങ്ങൾ അനുഭവിക്കുന്ന പ്രോബ്ലം അതൊക്കെ പുഷ് ചെയ്യുകയാണ്. അപ്പോഴ് അങ്ങനെ ചിന്തിപ്പിക്കുമ്പോഴേ അതൊരു സന്ദേശം കൊടുക്കുന്നത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു സന്ദേശമായിട്ടാണ് എനിക്ക് തോന്നണം. പക്ഷെ ആണുങ്ങളിപ്പം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നില്ല എന്നല്ല, ആണുങ്ങൾ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അത് ഇങ്ങനെയുള്ള സംഭവം വെച്ചിട്ട് അങ്ങനെയല്ല അതിനെ ജസ്റ്റിഫൈ ചെയ്യാനുള്ളത്. അത് അല്ലാതെ അഡ്രസ്സ് ചെയ്യേണ്ട സാധനങ്ങളാണ്. ഇപ്പോൾ ആണുങ്ങൾക്കും നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് കിട്ടാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? എന്നുവെച്ചാൽ നമ്മൾ വളർന്ന സൊസൈറ്റിയിൽ അങ്ങനെയാണ് അല്ലേ? നമ്മൾ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ നമുക്കുണ്ട്. പക്ഷെ അതൊന്നും ഇങ്ങനെ ഒരു കേസ് വന്നിട്ട് അതിൻ്റെ ഇതിൽ അഡ്രസ്സ് ചെയ്യേണ്ട സാധനങ്ങളൊന്നും അല്ല. അതൊക്കെ അല്ലാതെ അഡ്രസ്സ് ചെയ്യേണ്ട സാധനങ്ങളാണ്. അതും ഇതുമായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ ഈ ഇപ്പം ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും അതിനെ വെച്ചിട്ടല്ല ഈ ഇൻസിഡന്റിനെ എങ്ങനെ അവര് ഇതാക്കുന്നു അതുപോലെയാണ് അത് വെച്ചിട്ടല്ല ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യേണ്ടത്. അത് വേറെ എൻ്റയർലി ഡിഫറെന്റ് സാധനമാണ് അല്ലേ? അല്ല, ഈ പറഞ്ഞത് ശരിയാണ്. ഞാനും ഒരുപാട് കണ്ട് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇതിനെ സാധനം ചെയ്യണത്. അപ്പം അവർക്ക് ഇപ്പോൾ സർക്കാസ്റ്റിക് വേയിലൊക്കെ ഇങ്ങനെ സാധനം സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതായത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതല്ല, ഇപ്പം എനിക്ക് തോന്നുന്നത് നേരത്തെക്കാട്ടി കൂടുതൽ ബസ്സിൽ കുറച്ചും കൂടെ പാടാണ് സ്ത്രീകൾക്കെന്നാണ് ഇപ്പം എനിക്ക് തോന്നണം. മനസ്സിലായി. കാരണം പ്രതികരിച്ചാലും ഇങ്ങനെയൊക്കെ ആൾക്കാർ, അതാണ് പറഞ്ഞത്, പ്രതികരിച്ചാലും ആൾക്കാർ ഈ ഒരു ഇതിൽ ഇങ്ങനെ ഒരു മൈൻഡിലൊരു സാധനം ഉള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞാൽ എക്സാഗ്രേറ്റ് ആയിട്ട് പറയുന്നതാണോ അല്ലെങ്കിൽ അവരിത് വൈറാലിറ്റിക്ക് വേണ്ടി പറയണതാണോ? അതിൽ കുറെ ബസ്സിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരരുത്, അങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതി വെച്ചേക്കുന്നുണ്ടെങ്കിൽ അത് മോശമാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് തെളിവിന് വേണ്ടി ഷൂട്ട് ചെയ്യേണ്ടത് അതൊരു നെസസറി ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് ഒരു ഇത് ലീഗലായിട്ട് പോകുന്നതിന് ഒരു വലിയൊരു സാധനമാണത്. അല്ല, ഈവൻ ഇപ്പം വണ്ടികളുടെ തന്നെ ഡാഷ് ക്യാമിൽ ഉള്ള സാധനം വെച്ചിട്ടല്ലേ പല ആക്സിഡന്റിലും ഇപ്പം ക്ലെയിം ചെയ്യണമല്ല, ആരാണ് റൈറ്റ് ആൻഡ് റോങ് എന്നുള്ള സാധനം അവിടെ തന്നെയാണ് ചെയ്യണത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആൾക്കാർ തർക്കിച്ച് ആരാണോ മാൻ പവർ കൂടുതലുള്ളത് അല്ലെങ്കിൽ ആ നാട്ടിൽ സ്കില്ലും ആർക്കാണോ ഒരു സ്റ്റോറി നരേറ്റ് ചെയ്യാൻ പറ്റുന്നത് അവരായിരിക്കും പണ്ട് ജയിച്ചോളുന്നത്. പക്ഷെ ഇപ്പൊ ഈ ഡാഷ് ക്യാം ഒക്കെ വരുമ്പോഴത്തേക്കും CCTV അത് ശ്രദ്ധിച്ചാൽ മതി. ചില വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്കും ഇടിച്ച ആളായിരിക്കും ഓടി വന്ന് ആദ്യം ഉടക്കുണ്ടാക്കണം, എന്നിട്ട് ഡാഷ് ക്യാം കാണുമ്പോഴത്തേക്കും ഒന്ന് അണയും. അത് പലയിടത്തും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ വീഡിയോ എന്നുള്ളത് എവിഡൻസ് തന്നെയാണ്. അത് വേണ്ട പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു എവിഡൻസ് തന്നെയാണ്. അല്ലാതെ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയണത് അത് ജെന്യൂനായിട്ട് ഇങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു പബ്ലിക് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ ഒരു സാധനം പുഷ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ഭയങ്കര പ്രശ്നമാണ്. അവർക്ക് അവരെ സൈഡ് പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമായിട്ട് വരും. അതും മോശമാണ്.
ഇപ്പൊ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ അതങ്ങ് പ്രതികരിക്കുക. ഇപ്പോൾ പറയുന്ന കണക്ക് വീഡിയോ എടുത്തിട്ടായാലും അല്ലാതായാലും പ്രതികരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അതിലിപ്പം ഒരു സാധനം ഉണ്ടടാ, എല്ലാവർക്കും പ്രതികരിക്കാൻ പറ്റണമെന്നില്ല. ചിലര് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും പറ്റൂലെന്ന് അറിയാം, എന്നാലും നമുക്ക് ആ ഒരു ധൈര്യം സംഭരിച്ചെടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള അതേ പറയാൻ പറ്റും. പ്രതികരിക്കാനുള്ള ഇതുണ്ടെങ്കിൽ പ്രതികരിക്കുക, മൗനം പാലിക്കാതിരിക്കാം. പക്ഷെ നിങ്ങൾ മാക്സിമം ലീഗൽ മെഷേഴ്സും കൂടി എടുക്കുക, മൂവ് ചെയ്യുക, അതാണ് ബെസ്റ്റ്. പിന്നെ റീച്ച് ഉണ്ടാക്കാൻ ഇതൊരു ഒരാളെ കരുവാക്കുന്നത് റീച്ചിന് വേണ്ടി മാത്രമുള്ളവർക്കാണെങ്കിൽ അത് വളരെ തീവ്രവാദത്തിനേക്കാൾ നിങ്ങൾക്ക് വലിയൊരു കുറ്റമാണ് നിങ്ങൾ ചെയ്യുന്നത്. ചെയ്യാൻ പറ്റുന്നത് ഹ്യൂമാനിറ്റിയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു സാധനമാണ്. ഒരു റീച്ചിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, ഒരാളെ കരുവാക്കുന്നുണ്ടെങ്കിൽ അതിൽ പരം ഒരു കുറ്റമില്ല. അതിലൊരു ഡിഗ്രി, ആ ഒരു ഡിഗ്രി ഉണ്ടല്ലോ, കുറ്റത്തിന്റെ ഡിഗ്രി, അത് ഭയങ്കര ഹൈ ആണ്. ഒന്നും അറിയാത്ത ഇന്നസെന്റ് ആയിട്ടുള്ള മനുഷ്യനെ നിങ്ങളുടെ ഒരു വൈറാലിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അത്രയും ക്രിമിനൽ ആയിട്ടുള്ളൊരു മൈൻഡ് വേറെ ആർക്കും കാണൂല. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ലീഗൽ സാധനങ്ങൾ കിട്ടുകയും ചെയ്യണം. അത് ഏത് വകുപ്പാണെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ, നമ്മളും അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് നല്ലൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യണ പോലെ തന്നെ കിട്ടണം. ഇപ്പോഴത്തെ കാലത്ത് ഒരു റേജ് ഉണ്ടെങ്കിൽ റീച്ച് കിട്ടുള്ളൂ എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഒരു റിവെഞ്ച് ഉണ്ടാക്കുക, ഒരു ചെയ്താലേ ചെയ്യാ, അങ്ങനെ ഒരു ട്രെൻഡും ഇപ്പോഴും ഉണ്ട്. ഒരു നല്ലൊരു നെഗറ്റീവ് സാധനത്തിന് റീച്ച് ഉണ്ടാവൂ, ഒരു സെൻസേഷണൽ കോൺട്രവേഴ്സി ഉണ്ടായാല് അങ്ങനെ ഒരു സാധനം ഉപയോഗിച്ച് ഒരു നിരപരാധിയായ ഒരാളിനെ കരുവാക്കുന്നത്, അങ്ങനെ ചെയ്യണത് അവരെ നല്ല രീതിയിൽ ബാധിക്കും, ഭയങ്കരമായിട്ട് ബാധിക്കും. അവരെ മാത്രമല്ലടാ ഇത് ബാധിക്കണം. ഇപ്പം ഇങ്ങനൊരു സാധനം വന്നു കഴിഞ്ഞാൽ ജെന്യൂനായിട്ട് ഇത് അനുഭവിച്ചിട്ടുള്ള കുറെ ആൾക്കാരെയും കൂടി ഇത് ബാധിക്കും. കാര്യം അവരുടെ കേസിലും ഇങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഇമ്മ്യൂണിറ്റിയും കൂടി കിട്ടും, ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം കിട്ടും. ഇങ്ങനെ ഒരു ഫേക്ക് സാധനം വന്നു കഴിഞ്ഞാൽ അപ്പൊ അത് ഭയങ്കര മോശമാണ്. നിങ്ങൾ ബാക്കിയുള്ള ജെന്യൂൻ കേസിനെ കൂടെയാണ് നിങ്ങൾ നളിഫൈ ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഇതില് ആണുങ്ങൾക്ക് ജീവിക്കാൻ എന്ന് പറഞ്ഞ് ബസ്സിൽ കയറാൻ വയ്യ, സ്ത്രീകളുമായിട്ട് 5 അടി മാറി നിൽക്കണം, അങ്ങനത്തെ ഒരു ഇത് പുഷ് ചെയ്യണം, നെറേറ്റീവ് പുഷ് ചെയ്യണം. സ്ത്രീകളും ആണുങ്ങളും നല്ല സൗഹൃദപരമായിട്ട് ഇടപഴകി പോകുന്നതാണ് ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ തന്നെ പോണം. അതാണ് ഒരു സൊസൈറ്റിക്ക് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മളിപ്പം ഒരു വേർതിരിവ് ഉണ്ടാവരുത്. അതെ, അങ്ങനെ ഒരു സാധനം ബാരിയർ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക, അല്ലേ? ഇങ്ങനെ മാറിയിരിക്കുക. ഈ ബേസ് ബോർഡും കൊണ്ടുള്ള ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് അങ്ങനെ ആ ഒരു സൈഡിലോട്ട് പോവുകയാണ് ഇവര്, ഒരു എക്സ്ട്രീമിലോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാധനം വരാതിരിക്കാൻ ശ്രമിക്കണം. ഈ ഒരു സാധനം ചേരി പിടിച്ചിട്ട്, അല്ലെ ഈ ട്രെൻഡ് പിടിച്ചിട്ട് അങ്ങനെ കോമഡി സാധനങ്ങളൊന്നും പുഷ് ചെയ്യാതിരിക്കുക. അത് ഭയങ്കര അൺഫോർച്ചുനേറ്റ് ഉള്ള ഒരു സംഭവമാണ്. നമുക്ക് തന്നെ ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഒരു ജീവനാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യൻ പോയി, അല്ലേ? അതിനെ വെച്ചിട്ട് കോമഡി ആക്കിയിട്ട് നിങ്ങൾ കണ്ടന്റ് ഒന്നും ആക്കാതിരിക്കുക, അതിനെ വെച്ചിട്ട് ആൾക്കാരെ വെളുപ്പിക്കാതിരിക്കുക, അതിനെ യൂസ് ചെയ്ത്, അല്ലേ? സന്ദേശത്തില് പോലെ മറ്റേ ഒരു രക്തസാക്ഷി കിട്ടിയെന്നും പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ അജണ്ടയോ അല്ലെങ്കിൽ വേറൊരു അജണ്ടയോ പുഷ് ചെയ്ത് അത് മുതലെടുത്ത് ഇത് ചെയ്യുന്നത് വളരെ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ അജണ്ടകൾ അത് വെച്ചിട്ട് പുഷ് ചെയ്യാതിരിക്കുക. ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെ ഇതിന്റെ പല സ്റ്റോറീസും വെർഷൻസും കണ്ടു കാണും, അല്ലേ? അപ്പൊ അതൊക്കെ നിങ്ങളെയും ചിലപ്പം ഇൻഫ്ലുവൻസ് ചെയ്ത് കാണും. ഇതൊരു എന്താ പറയണ്ടേ, ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഒരു ടോപ്പിക്കാണ്. ഇത് ചില സ്ഥാനത്തിലൊന്നും നമുക്ക് ആൻസർ ഇല്ലാത്ത ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അബ്സല്യൂട്ട് യെസ് ഓർ നോ പറയാൻ പറ്റാത്ത സാധനങ്ങളും ഉണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും യെസ് ഓർ നോ ഒന്നും ഇല്ലല്ലോ, അതുപോലത്തെ ഒരു സാധനം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് നിങ്ങൾ പറയുക. അപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാം നിങ്ങൾ എഗ്രി ചെയ്യണമെന്നില്ല, ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവാണ്, നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കാണും, ചിന്തകൾ കാണും, നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മളെ വേറെ, അല്ലേ? നമ്മളെ കൊണ്ട് വേറെ രീതിയിലായിരിക്കും ചിന്തിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും എതിർ അഭിപ്രായങ്ങളോ വിയോജിപ്പുകളോ ഉണ്ടെങ്കിൽ അതും കൂടെ പറയുക. നമുക്കറിയാമല്ലോ, നമ്മളും ഇത് വായിച്ച് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. ഇപ്പം നമുക്കും നമ്മളുടേതായ ഒരു അഭിപ്രായം ഇതും കാണും, അത് എല്ലാവരുമായിട്ടും യോജിച്ച് പോകണമെന്നുമില്ല. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടേതാണ്
ശരിയെന്ന് നമ്മൾ പറയുന്നില്ല അല്ലേ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് പറയുക, കമന്റിൽ പറയുക. അറിയിക്കുക. പിന്നെ ഈ ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അതുകൂടെ നിങ്ങൾ കമന്റിൽ ഇടുക. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങളാണ് ഈ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ശരിയായിട്ട് തോന്നിയത് കാണാം, ചിലപ്പോൾ വിയോജിപ്പൊക്കെ കാണാം. എന്തായാലും അതെല്ലാം നിങ്ങൾ കമന്റിൽ എഴുതി അറിയിക്കുക, നമ്മളെല്ലാം നോക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമ്മൾ എന്തായാലും ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.